ഹലോ, എൻ്റെ പൊന്നു മോളെ, നിനക്ക് ഇഷ്ടമുള്ള ഡ്യൂട്ടി അടുത്ത ആഴ്ച കിട്ടോ? ഇന്നലെ രാത്രി 2 CPR, ഒരു ഡെത്ത്. ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഞാൻ. എനിക്ക് വീട്ടിൽ ചെന്നൊന്ന് കട്ടിൽ കണ്ടാ മതി. ഞാൻ ഫോൺ സൈലൻ്റ് ആയിരിക്കും. പിന്നെ പറയാം കേട്ടോ. ശരി. നീ വന്നത് നന്നായി. ഞാൻ ബാങ്കിലേക്ക് പോകാൻ ആരും ഇല്ലാതെ ഇരിക്കുവായിരുന്നു. ഞാനിപ്പോൾ വന്നില്ല എന്നേ അമ്മ എങ്ങനെ പോവായിരുന്നു? ഇവിടെ ഓട്ടോക്കാരൊന്നും ഇല്ലേ? ഇവിടെ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് കട്ടിൽ കണ്ടാൽ മതി എന്ന് ഓർത്താ വരുന്നത്. ഈ നൈറ്റ് ഡ്യൂട്ടി സമയത്ത് തന്നെ ഇങ്ങോട്ട് വരുന്നത് അമ്മയ്ക്ക് അറിയാവോ? കെട്ടിയവൻ്റെ വീട്ടിൽ നിന്ന് അപ്പ തുളക്കി തുടങ്ങി. ഓരോ കറി വെക്കൽ, മിക്സിയിലടിയിൽ, ഉള്ള ബെഡ്ഷീറ്റ് മൊത്തം എടുത്ത് കല്ലയിലിട്ട് അടിക്കൽ. ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ ഞാൻ. ഇവിടെ അമ്മേ, എന്നാ അടി കിടന്ന് കൂന്നേ? എന്നെ ഇവിടെ മാത്രം ഇത്ര ഒച്ച? തത്സമയത്തിൻ്റെ അവിടെ വീട് പണി നടക്കുമല്ലേ, കയ്യിലും പോയിക്കുന്നതിൻ്റെ ഒച്ച. നിന്ന് കറണ്ട് പോയോ? അതും ഞാൻ പറയാൻ വിട്ടുപോയി. രാവിലെ 9 തൊട്ട് 5 വരെ കറണ്ടില്ല. നേരത്താണോ ഇങ്ങോട്ട് വരാൻ തോന്നുന്നു? എന്നാ തറവാട്ടിൽ പോയി കിടക്കാം, അവിടെ വേറെ ലൈനാ, അവിടെ കറണ്ടുണ്ട്. സംസാരിക്കാൻ സമയമില്ല, അത്യാവശ്യമായിട്ട് ഉറങ്ങണം. ആരുമില്ലേ? മോളിയേ, ഇതാരും ഇവിടെ കിടക്കുന്നേ? അത് നമ്മുടെ രേഷ്മയാ. മോളെ 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 മോളെ, എന്താ ഇതെന്നെ രാവിലെ വന്ന് കിടക്കുന്നേ? എന്നാ പറ്റിയേ? ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കിടക്കുക. ഓ, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുക. ഓ, ഇവർക്കൊക്കെ എന്നാ നൈറ്റ് ഡ്യൂട്ടി എന്നാ? രാത്രിയിലൊക്കെ അവിടെ കിടന്ന് ഉറങ്ങാലോ. എല്ലാവർക്കും ഇപ്പോൾ ഒരുപോലെ ആവണമെന്നില്ലല്ലോ ആൻറ്റി ഡ്യൂട്ടിയൊക്കെ. ഈ ഈച്ചായം കഴിഞ്ഞ പ്രാവശ്യം ആശുപത്രി കിടന്നില്ലേ? രാത്രിയിൽ ഒരു ആവശ്യം വിഷമവും വന്നപ്പോഴേക്കും ഞാൻ ഈ പെണ്ണുങ്ങൾ എന്തുമാത്രം കിടന്ന് വിളിച്ചെന്നറിയാവോ? ഒറ്റ എണ്ണ അവിടെ ബെല്ലടിച്ചിട്ട് ഒരുത്തി എഴുന്നേറ്റ് വന്നില്ല. പിന്നെ ഞാൻ എന്നാ ഇത് അങ്ങോട്ട് ചെന്നപ്പോഴേക്കും എന്നാ ഉറക്കം. ഞാൻ അവിടെ ഉള്ളവരെ കാണുമ്പോൾ ചോദിക്കണം, ചെറുക്കൻ കൊച്ചിന്റെ കാര്യം എന്താ? അവന് വല്ല പെണ്ണു വല്ലതും ആലോചന വല്ലതും ആയോ? ഇതുവരെ ഒന്നും ആയിട്ടില്ലെന്നാ കേട്ടത്. അയ്യോ, ഇരുന്ന് ഉറങ്ങുവാണോ? നല്ല ഉറക്കക്ഷീണം ഉണ്ടല്ലേ? എന്നാ മോള് കിടന്നോ, ഞാൻ അപ്പറേ ഇപ്പറേക്ക് ഒന്ന് ഓടിപ്പോയേച്ചു വരാം കേട്ടോ. എന്നാ ചൂടാല്ലേ ഈ സമയത്ത്? നന്നായിട്ട് നമ്മൾ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. വെളിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, വീട്ടിലിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഓരോ ഡൾനെസ് വരിക, കുരുക്കൾ വരിക, കുരു വന്ന പാടുകൾ പോവാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് നമ്മുടെ സ്കിന്ന് കെയർ ചെയ്യാൻ പറ്റിയ ഒരു സിറം ഞാനിപ്പോൾ പരിചയപ്പെടുത്താം. ഡോക്ടർ ഷെത്തിന്റെ സെറമേഡ് ആൻഡ് 10% വിറ്റമിൻ സി ആംബ്യൂൾ സിറം പാക്ഡ് വിത്ത് പവർ ഓഫ് നേച്ചർ ആൻഡ് സയൻസ്. ഈ സിറം നമുക്കൊരു സ്കിൻ ബ്രൈറ്റ്നസ്സും നൽകും, അതുപോലെ തന്നെ ഒരു ഹെൽത്തി ഗ്ലോയിങ് സ്കിന്നും ആയിരിക്കും ഉള്ളത്. മറ്റ് ബ്രാൻഡുകളുടെ സിറം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻസ് അനുഭവപ്പെടാറുണ്ട്, പക്ഷേ ഇതിന് നോ ഇറിറ്റേഷൻസ് ആണ് ഉള്ളത്. ഇതിലെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സെറമൈഡ് ഒരു ഹെൽത്തി സ്കിന്ന് തരുന്നു. അതുപോലെ ഡ്രൈനെസ്സും ഇറിറ്റേഷൻസും എല്ലാം ലോക്ക് ചെയ്ത് ഒരു മോയ്സ്ചർ ആക്കി വെക്കാനായിട്ടും സ്കിന്നിൽ ഒരു 0 ഇറിറ്റേഷനും പ്രൊവൈഡ് ചെയ്യുന്നു. വിറ്റമിൻ സി സ്കിന്ന് ബ്രൈറ്റ് ആകുന്നതിനും 99% ശുദ്ധമായ വിറ്റമിൻ സി ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. സിറം നമുക്ക് ഡേ ടൈമിലോ നൈറ്റിലോ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ച് എടുത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഒരു ക്യുക്ക് അബ്സോർപ്ഷനാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു ഫീലോ നമ്മുടെ സ്കിന്നിനില്ല. അപ്പോൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈന് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിൾ അവൈലബിൾ ആണ്. ഇനി ഡോക്ടർ ഷെത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. പൊന്നു 2025 എന്ന കൂപ്പൺ കോഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫറും കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഷോപ്പിംഗ്. മോനെ 1 മണി കഴിഞ്ഞ് കഴിക്കാൻ പാ. അമ്മ, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. ഞാൻ വൈകിട്ട് എഴുന്നേക്കുമ്പോൾ ഒന്നിച്ച് കഴിച്ചോളാം. ഞാൻ ഒന്ന് ഉറങ്ങട്ടെ.
ആ മോൾ ഇത്ര പെടിയെന്ന് എണീറ്റോ? അപ്പച്ചി കഞ്ഞിയല്ലേ കുടിച്ചുള്ളൂ, അതിന് ഇനി മാത്രം കിടന്ന് ഒച്ച വെക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഉറങ്ങുമല്ലേ. ശീലമായി പോയത് കൊണ്ടാ. രേഷ്മേ, ഇത് ജോമോൻ വിളിക്കുന്നു, വീഡിയോ കോളാ. രേഷ്മേ, എന്താ ചേച്ചേ? വീട്ടിൽ കറണ്ട് ഇല്ല. ഇവിടെ കറണ്ട് ഉണ്ട്. എന്റെ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോഴല്ലേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് കറണ്ട് ഇല്ലാത്തടത്ത് കിടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലേ? ചൊറിയാൻ വിളിച്ചാണോ? അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളു. പിന്നെ എന്നാ വേറെ ഒന്നും ഇല്ല. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കിടക്കുന്നതിൽ ഒട്ടും ഉറങ്ങിയില്ല ഇന്നലെ. ഞാനിങ്ങനെ ഓരോ കാര്യം ആലോചിക്കുമായിരുന്നു, എന്റെ ജോലിയുടെ പ്രഷറും കാര്യങ്ങളും ഒക്കെ. ഒന്നും പറയണ്ട, ആകെപ്പാടെ ഇവിടെ പ്രശ്നങ്ങളാ. പിന്നെ കുഴപ്പമില്ല, നമ്മളങ്ങ് മാനേജ് ചെയ്തങ്ങ് പോകുന്നു. നീ ഉറങ്ങുവാണോ? നീ ഉറങ്ങുവാണോ? അല്ല അല്ല, പറഞ്ഞ എന്നാ? അല്ല, ഇപ്പൊ നിനക്ക് എന്റെ പഴയ പോലെ പ്രശ്നങ്ങളൊന്നും കേൾക്കാനായിട്ടുള്ള സമയമില്ലല്ലോ. അത് ചോദിച്ചെന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വന്നെന്നു വെച്ചാ, അപ്പം ഈ മാത്യു എനിക്കിന്റെ അടുത്ത് പൈസ ചോദിച്ചു. അപ്പൊ ഞാൻ ഇല്ലെന്ന് അവന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കുമാണ് ഞാൻ അറിയുന്നത് പശുവിന് ഇപ്പൊ വിൽക്കണ്ടെന്ന് അവിടെ തീരുമാനമായി. അപ്പം അളിയന്റെ അമ്മ പറഞ്ഞു പശുവിനെ വിൽക്കണമെന്ന്, അമ്മയ്ക്ക് നോക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാധനം. അത് കഴിഞ്ഞ് എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ എന്നാ കുറച്ചു നേരം കിടക്കട്ടെ. നാളെ പണിക്ക് പോകാനുള്ളതല്ലേ. ഓക്കെ. അങ്ങേർക്ക് ഉറക്കം വരുമ്പോ ഉറങ്ങണം, എനിക്ക് ഉറക്കമില്ല. മോളെ 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 കാപ്പി ഇടണോ? എൻ്റെ അമ്മയോ, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്ന് ഉറങ്ങിയാ മതി. താരി കിടന്ന് ചാവുന്നേ. ഹലോ ഹലോ മാം, ഞാൻ സുരക്ഷ എനിക്ക് വേണ്ട. ഹലോ മാം, ഒരു 2-3 മിനിറ്റ് എന്നെ ഒന്ന് കേൾക്കാമോ? വേണ്ട. മാം, ഈ പോലീസ് മാമിന്റെ ഫാമിലിക്ക് ഭയങ്കര ഞാൻ ഹെൽപ്ഫുൾ നിങ്ങൾ ഒത്തിരി പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് താല്പര്യമില്ല. മാം, കുറച്ച് സമയം തരും. നിങ്ങളോടല്ലേ പറഞ്ഞ എനിക്ക് താല്പര്യമില്ലെന്ന്? എത്ര പ്രാവശ്യം കിടന്ന് പറയണം? എടോ, ഒരാൾക്ക് ഭക്ഷണവും തീറ്റയും കുടിയും പോലെ തന്നെയാണ് ഒരാൾക്ക് മര്യാദക്ക് കിടന്ന് ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന എനിക്കൊന്നും ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് പിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്? എന്നാത്തിനാ? ഒരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുക. ആ സമയത്ത് ഇങ്ങനെ കുണുണ കടന്ന് വിളിച്ചോണ്ടിരുന്നത് ഞാൻ എന്തോ പറയാനായിട്ടാ? ഞാൻ ഉറങ്ങിയില്ലെന്ന് ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞാൽ അവരെനിക്ക് ലീവ് തരുമോ? ഉറങ്ങാൻ അവരെനിക്ക് സാഹചര്യം ഉണ്ടാക്കി തരുമോ? ഒന്നുമില്ലല്ലോ. നിങ്ങളത് മനസ്സിലാക്കണം. ഒരാളുടെ കിടന്ന് ഉറങ്ങി അയാൾക്ക് താല്പര്യം ഇല്ല എന്ന് പറയുമ്പോൾ അത് ഫോൺ വെച്ചിട്ട് പോകാനുള്ള കാര്യം ഉണ്ടാക്കണം. ഒരാൾക്ക് ഉറങ്ങണം, അല്ലെങ്കിൽ അയാളുടെ മാനസിക നില തെറ്റും. കേട്ടോ നിങ്ങൾക്ക്? ഇനി മേല ഉറങ്ങുന്ന ഒരാളെ ശല്യപ്പെടുത്തരുത്. ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. Subscribe my channel.